സമയം രാവിലെ 5 മണിയായി. ചോറ് വയ്ക്കാനായി അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച്. രാവിലെ എല്ലാവർക്കും ചോറ് കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ ഉറക്കമെണീക്കും, അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാനൊക്കെ മക്കൾക്ക് ലേറ്റാവും. ഇന്നലെ കുറച്ച് മീൻ വാങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അത് തണുപ്പ് മാറാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ച്. ഇനി അടുത്തത് കാപ്പിക്കുള്ളത് നോക്കണം. ദോശയാണ് ഇന്നത്തെ കാപ്പി. ദോശപ്പാനെടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചീരയും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒരു ജോലി ഒരുമിച്ച് നടക്കുമല്ലോ. ദോശയും ചുടാം, ചീരയും കട്ട് ചെയ്യാം. ചീര ഉച്ചയ്ക്കുള്ളതാണ്. രാവിലെ ജോലി തീർന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി പിന്നെ നീങ്ങില്ല. പിന്നെ അങ്ങ് ചീര കട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാം ഒരുമിച്ച് അങ്ങ് നടക്കും, രണ്ട് ജോലി ഒരുമിച്ച് നടക്കും. അതിനിടയിൽ അടുപ്പിൽ അടുപ്പ് കത്തണമെന്ന് നോക്കണ്ടേ, അപ്പോൾ അതിനങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ദോശ അവിടെ നിന്ന് തയ്യാറായിക്കോളുമല്ലോ. ചീര പെട്ടെന്ന് അരിയും. ദോശയൊക്കെ ചടപടാൻ ചുടയാണ് പെട്ടെന്ന്. എല്ലാവർക്കും 9 മണിയാകുമ്പം പോകണം. അപ്പോൾ പിന്നെ രാവിലെ എണീച്ചാലേ കാര്യം നടക്കും. ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. മഴയത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. പക്ഷെ നമുക്കിങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? ജോലിയെല്ലാം തീർക്കണ്ടേ. ഷോപ്പിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം. ചീര അങ്ങനെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ച്. ദോശയും ഒപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു, വെള്ളവും തിളച്ചു. ഇനി അടുത്തത് മരിച്ചീനി കട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ അതും അങ്ങ് പെട്ടെന്ന് അങ്ങ് നടന്നു. കിട്ടുന്ന മരിച്ചീനി വൃത്തിയാക്കി അതിനെ പെട്ടെന്നങ്ങ് ആ വൃത്തിയാക്കുന്ന മരിച്ചീനി അപ്പോഴപ്പോഴും തന്നെ അങ്ങ് അരിഞ്ഞ് വെച്ചാൽ പിന്നെ പാടില്ല.
അങ്ങനെ മീൻ വറുത്തു, മീൻ കറി അടുപ്പിലാക്കി, മീൻ കറിക്കുള്ളത് അടുപ്പിൽ വെച്ചു. അതവിടെ ഇരുന്നായിക്കോളും. ചോറ് വാർത്തിട്ടിട്ടുണ്ട്. 7 മണിയായി. അപ്പോൾ പുറത്ത് കണ്ടോ അന്തരീക്ഷം. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. സച്ചിക്കുട്ടൻ ഹോംവർക്ക് എഴുതാൻ വേണ്ടിയിരുന്ന് ഭയങ്കര മടി കാണിക്കുകയാണ്. കാപ്പി കൊടുത്തപ്പോൾ മതി എന്ന് പറഞ്ഞ കണ്ട ഭയങ്കര കിണുങ്ങലാണ് രാവിലെ. അങ്ങനെ ചോറൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. ഹോസ്പിറ്റലിലെ കാര്യം വിട്ടുപോയല്ലേ. ഹോസ്പിറ്റലിൽ മാമൻ കിടക്കുന്നു. അങ്ങനെ മാമന് ചോറൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ അതിനുള്ളതാണ് തയ്യാറാക്കുക. പിന്നെ മക്കൾക്കും ചോറ് കൊണ്ടുപോകണം. ഇലയൊക്കെ വാട്ടി അതിൽ കറികളൊക്കെ മടക്കി വെച്ചു. വാഴയില ആകുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ. ഞാൻ റെഡിയായി വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പോകാൻ വേണ്ടി റെഡിയായി. മക്കളൊക്കെ അകത്ത് നിൽക്കുന്നേ ഉള്ളൂ ഇറങ്ങാനൊക്കെ. ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ടുപോകണോണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ചോറൊക്കെ കൊടുത്ത് ഒരു ഉച്ച വരെ അവിടെ ഇരുന്നിട്ട് ഷോപ്പിൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോവുള്ളൂ. സച്ചിക്കുട്ടൻ റെഡിയായി ഇറങ്ങുകയാണ് സ്കൂളിൽ പോയി. ചന്ദ്രൻ റെഡിയായി. അവിടേക്ക് ചന്ദ്രു അതും എടുത്ത് ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ചോറ് എനിക്ക് കഴിക്കാനുള്ളതും ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ളതും ഡിക്കിയിൽ വെച്ച്. കവറ് ഈ നമ്മുടെ അരി വാങ്ങണ കവറാണ്. വേറൊന്നും കണ്ടില്ല നോക്കിയിട്ട്. ഇനി മക്കളെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. പോകാനായി വണ്ടി റിവേഴ്സ് ഇറങ്ങി. എനിക്ക് റിവേഴ്സ് ഇറങ്ങണതാണ് എളുപ്പം. ഇവിടെ നിന്നേ ഭയങ്കര എളുപ്പം. റിവേഴ്സ് ഇറങ്ങി ഫ്രണ്ട് തിരിച്ച് പോകണം. കാരണം റിവേഴ്സ് അങ്ങ് ഇറങ്ങി ഒറ്റ ഇതിനങ്ങ് പോകും. സച്ചിക്കുട്ടൻ കയറ്റും തുറന്ന് അങ്ങനെ നിൽക്കുകയാണ്. റിവേഴ്സ് ഇറങ്ങുമ്പോൾ ഒരു അലാറം കേൾക്കില്ലേ, അത് ചേർന്ന് നിൽക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ദേഷ്യപ്പെടണം. അതിന് വേണ്ടി ഇങ്ങനെ വണ്ടി ഇറങ്ങുമ്പോൾ അങ്ങനെ നിൽക്കുന്നത്. എപ്പോഴും പറയും നിൽക്കില്ലേ അങ്ങനെയെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. മക്കളെയൊക്കെ സ്കൂളിലാക്കിയിട്ട് ഹോസ്പിറ്റലിലെത്തി. ലിഫ്റ്റ് വരാൻ ഒരുപാട് വൈകി. അങ്ങനെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വാർഡിലേക്ക് പോവുകയാണ്. അങ്ങനെ മാമൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഷോപ്പിലെത്തിയിട്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പുറം പാർലറിലും ബ്യൂട്ടി പാർലറിലും ബേക്കറിയിലും കയറാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. വണ്ടിയൊക്കെ ഞാൻ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണല്ലോ എപ്പോഴും. 3 കടയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. കയ്യിലിരിക്കുന്ന കവർ എന്താണെന്ന് വെച്ചാൽ പഴംപൊരിയാണ്. ആ പഴംപൊരിയൊക്കെ ബേക്കറി കൊണ്ട് വച്ചിട്ട് പാർലറിൽ പിള്ളേരെ വിളിക്കാൻ പോകാനാണ് ഞാൻ പോയത്. ചായ കുടിക്കാൻ പഴംപൊരി കഴിക്കാൻ.
അങ്ങനെ പാർലറിലോട്ട് കയറി പോവുകയാണ്. അകത്ത് വർക്ക് നടക്കുന്നു. അപ്പോൾ പിള്ളേർ കുറച്ച് ബിസിയാണ്. ഞാൻ ചായ കുടിക്കാൻ വാ, പഴംപൊരി ഉണ്ട് എന്ന് പറയുമ്പം വരാൻ ചേച്ചി, ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങി. പതുക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായ നോക്കിയാണ്. ഇപ്പുറത്തെ കടയിലേക്കണ കൊച്ചിൻ്റെയൊക്കെ വായ നോക്കി സംസാരിച്ച് ചിരിച്ച് ഇട്ടൊക്കെയാണ് കയറിപ്പോണം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റേ DYFIയുടെ എന്തോ ജാഥ എന്തിൻ്റെയെന്ന് അറിയാൻ വയ്യ. അങ്ങനെ വെറുതെ അതും വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ആ ഓപ്പോസിറ്റ് നമ്മുടെ കട തന്നെ. അത് ചെറിയൊരു സ്റ്റോർ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.